ആത്മസഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 3 അർത്ഥവിവരണം ഭാഗം 2 കിടക്കുകയാണ്. ഭഗവാന്റെ അവയവങ്ങളെല്ലാം നീലിമയാർന്നതായി കാണാനാണ് ഭക്തന്മാരായ എല്ലാവർക്കും ഇഷ്ടം. നീലിമയോടുകൂടി തിളങ്ങുന്ന മുടി, തലയിൽ ചൂടിയിരിക്കുന്ന നീലമയിൽപ്പീലി, ചുറ്റും ചുഴലുന്ന കാർമേഘ ശോഭ, ശരീരത്തിൻ്റെ കായാമ്പുവർണ്ണം, ഇതിലൊക്കെ പൊതുവായ നിറം നീലയാണ്. ഈ വിശ്വത്തിൻ്റെ സംരക്ഷണമാണ് ഭഗവാന്റെ മുഖ്യധർമ്മം. ഈ വിശ്വമാകട്ടെ ഭഗവാന്റെ സംരക്ഷണയിലിരിക്കുന്ന മറ്റൊന്നല്ല, ശരീരം തന്നെയാണ്. വിശ്വമാകുന്ന ഭഗവാന്റെ ശരീരത്തിലെ ഓരോ വിശദാംശത്തിലും ശ്രദ്ധ പതിപ്പിച്ചാൽ അവിടെ കാണുന്നത് സപ്തവർണ്ണങ്ങളുടെ ഒരു മായാജാലമായിരിക്കും. എന്നാൽ അകലെ മാറി നിന്നുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏത് ദൃശ്യം നോക്കിയാലും അതിനെ കാണുന്നത് നീലയായിട്ടും, അകലെയുള്ള മലയെ കാണുന്നത് നീലമലയായിട്ടായിരിക്കും. സസ്യജാല സമാവൃതമായിട്ടുള്ള ഭൂതലത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ സസ്യശ്യാമളം എന്നാണ്. ശ്യാമളം എന്നാൽ കറുത്തത് എന്നാണ് അർത്ഥം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കറുപ്പും നീലിമയും രണ്ടല്ല. പറക്കുന്ന വിമാനത്തിലിരുന്ന് ഭൂതലത്തിലേക്ക് നോക്കിയാൽ കാണുന്നത് പച്ചപ്പരപ്പായിരിക്കുകയില്ല, നീലപ്പരപ്പായിരിക്കും. ആകാശത്തിലേക്ക് നോക്കിയാൽ അവിടെയൊരു മേലാപ്പ് കാണും. അതില്ലാത്തതാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഇല്ലാത്തതായ മേലാപ്പിനെ കാണുന്നതും നീല നിറമുള്ളതായിട്ടാണ്. സൗരയുധത്തിലെ സൂര്യൻ്റെ പ്രകാശം ഈ ഭൂമിയെ പ്രകാശിതമാക്കുന്നു. എന്നാൽ അനന്തമായ ശൂന്യാകാശത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടെ മുഴുവൻ നീലിമ നിറഞ്ഞ ഒരു ഇരുട്ട് മാത്രമാണ് അപ്പോൾ ഉള്ളതെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ നമ്മുടെ സൂര്യനെ ഒരു കുഞ്ഞു നക്ഷത്രമായി മാത്രം കാണാം, ഭൂമിയെ അരണ്ട നീല നിറമുള്ള ഒരു കുഞ്ഞു പൊട്ടായിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ വിശ്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിറം നീലയാണ്. ആ വിശ്വമാണല്ലോ ഭഗവാന്റെ ശരീരം. അപ്പോൾ ഭഗവാന്റെ നിറവും നീല നിറമാകാതെ നിവൃത്തിയില്ല. സകലതിനെയും നീല നിറമുള്ളതാക്കുന്നത് ദൂരമാണ്. ഈ വിശ്വത്തിൽ നമ്മുടെ കൺവെട്ടത്ത് വിശദമായി കണ്ടറിയാവുന്നത് എത്ര തുച്ഛമാണ്. വിദൂരതയിൽ മറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ സ്വരൂപം. വിശാലമായ ഈ ഭൂഗോളം പോലും അനന്ത വിശാലമായ വിശ്വത്തോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അരണ്ട നീല നിറമുള്ള ഒരു കൊച്ചു പൊട്ടു മാത്രമായി പോകും. കാണാവുന്നതും കാണാൻ നിവൃത്തിയില്ലാത്തതുമായി വിദൂരതയിൽ മറഞ്ഞിരിക്കുന്നതാണ് വിശ്വം. അതിൻ്റെ നിറമോ നീലയും. അങ്ങനെയുള്ള വിശ്വത്തെ സ്വന്തം ശരീരമാക്കിയിരിക്കുന്ന ദേവനാണ് ഭഗവാൻ. ദേവന്മാർക്ക് ദ്യുതി കൂടാതെ നിവൃത്തിയില്ല. നീല നിറത്തിന് പ്രകാശം നൽകിയാൽ കായാമ്പൂവിൻ്റെ നിറത്തിനോടെ അതിനെ ഉപമിക്കാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനെ കായാമ്പൂവർണ്ണനായി നമ്മൾ ഭാവന ചെയ്യുന്നത്. ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 3 അർത്ഥവിവരണം ഭാഗം 2 ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. നീലാളികേശ പരിഭൂഷിത ബർഹിബർഹ കാളാംബുദ്യുതികളായ കളേബരാഭാം വീരാസ്വഭക്തജന വത്സല നീരജാക്ഷ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. അർത്ഥോപരണം ഭാഗം 2 ഇന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.